ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് ഹ്യുണ്ടായി i10 ആണ്. 2010-11 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് നല്ല ഹാർഡായിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 കോഡ് വരുന്നുണ്ട്. EPS സ്കാൻ ചെയ്യുമ്പോൾ ഒരു 3 കോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റർണൽ ഹാർഡ്വെയർ ഇററൊക്കെയാണ് വന്നിരിക്കുന്നത്. 1604 ഇത് വന്നു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഇററാണ്, മോഡ്യൂൾ ഫോൾട്ടിയാണ്. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ കോഡ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കണം. ഇറേസ് ചെയ്താലും ഈ കോഡ് അഗെയിൻ തിരിച്ചു വരും. ഇപ്പോൾ അത് 0 ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് പിന്നെ നോക്കിയാലും പിന്നെ അത് വരും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്താലും ഇത് അതേപോലെ തന്നെ തിരിച്ചു വരും. ഇത് ആഫ്റ്റർ റിപ്പയർ ചെയ്തിട്ട് നമുക്കിത് പിന്നെ സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യകതയുണ്ട്, ഇത് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഫുൾ ടൈറ്റ് തന്നെയാണ്, ഒരു മാറ്റവും. ഇനി നമുക്കിത് പൊളിച്ച് എന്താണെന്ന് നോക്കാം. മോഡ്യൂൾ ഇതാണ്. ഹ്യുണ്ടായി i10ൻ്റെ PAയുടെ മോഡ്യൂൾ. ഇതാണ് പാർട്ട് നമ്പർ. ഇതാണ് ഹാർഡ്വെയർ. വലിയൊരു ഹീറ്റ് സിങ്ക് കൊടുക്കുന്നുണ്ട്, ഉണ്ടോ? പേസ്റ്റ് ഇട്ടിട്ടാണ് ഹീറ്റ് ഇതിലോട്ട് വിടുന്നത്. ഇതിൽ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കോഡ് പോലും ഉണ്ടാവില്ല, 0 കോഡായിരിക്കും. എങ്കിൽ മാത്രമേ ഇത് റെഡി ആകത്തുള്ളൂ. നേരത്തെ ഒരു ഹാർഡ്വെയർ എററിൻ്റെയൊക്കെ കോഡ് ഉണ്ടായിരുന്നു. അത് ഇത് കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയിൽ വെച്ച് നോക്കാം എന്താണിത്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. പൂർണ്ണമായിട്ടും വർക്കാവുന്നുണ്ടോ അതോ കോഡ് വരുന്നുണ്ടോ. സ്കാനിങ്ങിൽ അഗെയിൻ കോഡ് വരുന്നതെന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം. ഒരു കോഡ് പോലും വരാൻ പാടില്ല. നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് 3 കോഡ് ഉണ്ടായിരുന്നു. ഹാർഡ്വെയർ എററാണ് കോഡ് വരുന്നത്. നമുക്ക് പോയോ ഇല്ലേ നമുക്ക് നോക്കാം. ഒന്ന് വണ്ടിയിൽ വെച്ചിട്ട് ഇത് ഫുൾ അസംബിൾ ചെയ്തിട്ട് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, മോഡ്യൂൾ അങ്ങനെ ഞാൻ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെക്ക് ചെയ്യണം. ഇത് എന്താണ്, കോഡ് മാറിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം. വർക്കായോ. നേരത്തെ ഇത് ഫുള്ള് ഡെഡായിരുന്നു, വർക്ക് ചെയ്യാറില്ലായിരുന്നു. ഇതാണ് മോഡ്യൂൾ. ഫുള്ള് നല്ലതായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടായാൽ വേണം. ആ EPSൻ്റെ സിമ്പൽ നമുക്കിവിടെ പോകാൻ വേണം. അതെ, ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടുമായി. EPSൻ്റെ സിമ്പലും പോയി, സ്റ്റിയറിങ് ഫ്രീ ആയി. ഇത് ഫുള്ള് ഡെഡായിരുന്നു, ഫുള്ള് ടൈറ്റായിരുന്നു. ഇൻ്റർണലി ഹാർഡ്വെയർ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്കേ ആവത്തില്ല. 1604 ഇത് തന്നെയാണ് എല്ലാ മോഡ്യൂളിനും. ഹ്യുണ്ടായി മോഡ്യൂൾസിന് എല്ലാത്തിനും ഈ ഒരു കോഡാണ് വരുന്നത്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ആ കോഡ് വല്ലതും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നേരത്തെ സ്റ്റില്ലായിട്ടൊരു 3 കോഡ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. 1604 വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ മോട്ടറിൻ്റെ പവർ സപ്ലൈയുടെ കോഡും വരും, ഔട്ട്പുട്ട് ഇല്ലെന്നും പറഞ്ഞിട്ട്. i10 PA ആണ്. 2012 കൊടുക്കാം. 1.2 മൊഡ്യൂൾസിൽ പോയിട്ട് EPS മാത്രം എടുത്ത് സ്കാൻ ചെയ്യാം. കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഡും ഇല്ല. നേരത്തെ ഇവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് 3 കോഡ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കോഡെല്ലാം ഇറേസ് ആയിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ കോഡ് വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ കോഡ് വരും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും റെഡി ആയിട്ടുണ്ട്. EPS 100% സക്സസ്ഫുള്ളി റിപ്പയർഡ് ആണ്. PA. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അതെ, EPSൻ്റെ സിമ്പിൾ വരുന്നുണ്ട്, എല്ലാം പക്ക അണയുന്നുമുണ്ട്, സ്റ്റാർട്ടായി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.